നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. തലചുറ്റൽ ആയി രോഗികൾ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് മെനിയേഴ്സ് ഡിസീസ്. നമ്മളുടെ നാട്ടിൽ ആൾക്കാർക്ക് ഒരു രീതിയുണ്ട്. തലചുറ്റൽ വരുവാണെങ്കിൽ എല്ലാ തലചുറ്റലിൻ്റെയും കാരണം ഇയർ ബാലൻസ് ആണ്. ഇയർ ബാലൻസ് പറഞ്ഞാൽ ശരിക്കും BPPV എന്ന് പറയുന്ന ഒരു രോഗത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ തലചുറ്റൽ അല്ലെങ്കിൽ വെർട്ടൈഗോ എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ മുറിയെല്ലാം ചുറ്റിക്കറങ്ങുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന രോഗകാരണമാണ് മെനിയേഴ്സ് ഡിസീസ്. വളരെ കോമൺ അല്ല, പക്ഷെ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം രോഗികൾ നമ്മുടെ നാട്ടിലും ഉണ്ട് മെനിയേഴ്സ് ഡിസീസ് ഉള്ളവർ. ഒരു 25 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകാറുള്ളത്. സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായി മെനിയേഴ്സ് ഡിസീസ് ഉണ്ടാകാറ്. എന്തൊക്കെയാണ് മെനിയേഴ്സ് ഡിസീസിൻ്റെ രോഗലക്ഷണങ്ങൾ? വെർട്ടൈഗോ, മുറിയെല്ലാം ചുറ്റിക്കുറങ്ങുന്നത് പോലെയുള്ള ഒരു അസ്വസ്ഥത. അത് മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിന്നേക്കാം. ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ നടക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാവാം. ഇയർ ബാലൻസ് എന്ന് പറയുന്ന BPPVയിൽ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാൽ വെട്ടിത്തിരിയുമ്പോൾ കുനിഞ്ഞു നിവരുമ്പോൾ ആ സമയത്താണ് ചുറ്റിക്കറങ്ങുന്ന വെർട്ടൈഗോ ഉണ്ടാകുന്നത് എങ്കിൽ മെനിയേഴ്സ് ഡിസീസിന് അങ്ങനെയൊന്നും വേണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ഇയർ ബാലൻസ് അല്ലെങ്കിൽ BPPVയിൽ 1 മിനിറ്റിൽ താഴെ തലചുറ്റൽ ഉണ്ടാകാറുള്ളൂ. ചുറ്റിക്കറങ്ങുന്ന അസ്വസ്ഥത അതിനുള്ളിൽ നിൽക്കും. പിന്നെ തല അനക്കിയാലേ വീണ്ടും കറങ്ങുകയുള്ളൂ. എന്നാൽ മെനിയേഴ്സ് ഡിസീസിൽ വെർട്ടൈഗോ നീണ്ടു നിൽക്കാം, മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ. വെർട്ടൈഗോ അല്ലാതെ പിന്നെ പ്രധാനപ്പെട്ട അടുത്ത രോഗലക്ഷണം കേൾവിക്കുറവാണ്. അത് കയറി ഇറങ്ങിയിരിക്കും. മെനിയേഴ്സ് ഡിസീസിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ആ സമയത്ത് രോഗിയുടെ കേൾവി കുറയുകയും അറ്റാക്ക് മാറിക്കഴിയുമ്പോൾ കേൾവി കുറേയൊക്കെ തിരിച്ച് ശരിയാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ഹിയറിംഗ് ലോസ്, കയറി ഇറങ്ങിയിരിക്കുന്ന കേൾവിക്കുറവ് എന്നാണ് മെനിയേഴ്സ് ഡിസീസിൽ നമ്മൾ പറയാറുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട രോഗലക്ഷണം ടിന്നിറ്റസ് ആണ്. ചെവിയിൽ മൂളലുണ്ടാവുകയോ എരപ്പുണ്ടാവുകയോ എന്ന് പറയുന്നതിനെയാണ് ടിന്നിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രോഗലക്ഷണങ്ങൾ, എപ്പിസോഡിക് വെർട്ടൈഗോ, ഫ്ലക്ച്വേറ്റിംഗ് ഹിയറിംഗ് ലോസ്, 3 ടിന്നിറ്റസ്, ഇതാണ് മെനിയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. ചെവി അടഞ്ഞതുപോലെയുള്ള തോന്നൽ. 2, ചിലപ്പോഴൊക്കെ മെനിയേഴ്സ് ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഡ്രോപ്പ് അറ്റാക്സ് ഉണ്ടാകാം. ഡ്രോപ്പ് അറ്റാക്സ് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രോഗി നിലത്ത് വീഴുക, ബോധമൊന്നും പോവുകയില്ല, രോഗിക്ക് അറിയാം എന്താ സംഭവിച്ചതെന്ന്, തലചുറ്റിലൊന്നും ഉണ്ടാവണമെന്നില്ല, പെട്ടെന്ന് നിലത്തങ്ങ് വീഴും, അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ പറ്റും. കയറി ഇറങ്ങിയിരിക്കുന്ന കേൾവിക്കുറവാണ് എങ്കിലും കാലക്രമേണ ചില രോഗികളിലൊക്കെ കേൾവി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിലേക്ക് വരെ മെനിയേഴ്സ് ഡിസീസ് വഴിവെക്കാറുണ്ട്. മെനിയേഴ്സ് ഡിസീസിൻ്റെ കാരണം എന്താണ്? ശരീരത്തിലെ ഏത് ഭാഗത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ് മെനിയേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്? നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളാണ്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. പുറമേ നമ്മൾ ഈ കാണുന്ന ചെവിയെല്ലാം ഔട്ടർ ഇയറിൻ്റെ ഭാഗങ്ങളാണ്. ചെവിയുടെ ഉള്ളിൽ ടിംപാനിക് മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു പാടയുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. അവിടെ പ്രധാനമായും ഈ ഇന്നർ ഇയറിന് വിളിക്കുന്ന വേറൊരു പേരാണ് ലാബറിന്ത് എന്ന് പറയുന്നത്. പുറമേയുള്ള എല്ലിൻ്റെ ഭാഗമാണ് ബോണി ലാബറിന്ത്. അതിൻ്റെ ഉള്ളിൽ ഒരു കവറിങ് ആയിട്ട് ബോൺ നിൽക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള ഭാഗമാണ് മെംബ്രേനസ് ലാബറിന്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു ഒച്ചിൻ്റെ പുറന്തോട് പോലെ കാണുന്ന ഈ ഭാഗം, അത് കോക്ലിയ എന്നാണ് വിളിക്കുന്നത്. നടുക്ക് ഉള്ള ഭാഗത്തിന് വെസ്റ്റിബ്യൂൾ എന്നും, മറുവശത്ത് റിങ് പോലെ കിടക്കുന്നതാണ് സെമി സർക്കുലാർ കനാൽ. ഇതിൽ ഈ ഒച്ചിൻ്റെ പുറന്തോട് പോലെ കാണുന്ന
കോക്ലിയാണ് കേൾവി കൈകാര്യം ചെയ്യുന്നത്. മറുവശത്ത് റിങ് പോലെ കാണുന്ന ആ സെമി സർക്കുലർ കനാൽസ് ആണ് ബാലൻസ് കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന ഇന്നർ ഇയറിൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് എൻഡോലിംഫ്. മെനിയേഴ്സ് ഡിസീസിൽ സംഭവിക്കുന്നത് ഈ എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുകയാണ്. ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് കേൾവി കൈകാര്യം ചെയ്യുന്ന ഹെയർ സെൽസ് എന്ന് പറയുന്നതിനെ ബാധിക്കുന്നത് കൊണ്ടാണ് കേൾവിക്കുറവ് മെനിയേഴ്സ് ഡിസീസിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓട്ടോലിത്ത് എന്ന് പറയുന്ന ചില ക്രിസ്റ്റൽസിനെ ബാധിക്കുന്നത് കൊണ്ട് തലചുറ്റലും ഉണ്ടാകും. എന്താണ് മെനിയേഴ്സ് ഡിസീസിൻ്റെ കാരണം? നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളും ജനിതകമായ കാരണങ്ങളും എല്ലാം പലതും ആണ് ഇതിൻ്റെ രോഗകാരണമായി പറയാറുള്ളത്. പ്രധാനമായും രോഗത്തിൻ്റെ കാരണം ഈ പറയുന്ന എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുന്നതാണ്. മെനിയേഴ്സ് ഡിസീസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഒരു രോഗിക്കുണ്ടോ എന്നതിനെ ആശ്രയിച്ച് തലചുറ്റൽ, കേൾവിക്കുറവ്, ചെവി അടഞ്ഞ പോലെയുള്ള തോന്നൽ, ചെവിയിലുള്ള മൂളൽ, ഈ രോഗലക്ഷണങ്ങളെ ചേർത്ത് വായിച്ചാണ് മെനിയേഴ്സ് ഡിസീസ് ആണോ എന്ന് നമ്മൾ പറയുക. പിന്നെ ഓഡിയോമെട്രി എന്ന് പറയുന്ന കേൾവിയുടെ ടെസ്റ്റ് നമ്മൾ ചെയ്യും. തുടക്കകാലങ്ങളിൽ മെനിയേഴ്സ് ഡിസീസ് ഉള്ളവർക്ക് ലോ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് ഉണ്ടാവും. മുമ്പോട്ടേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാ ഫ്രീക്വൻസിയിലും കേൾവി അഫക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി മെനിയേഴ്സ് ഡിസീസിൻ്റെ ചികിത്സയിലേക്ക് വരാം. മരുന്നിനേക്കാൾ പ്രധാനമായി നമ്മളുടെ ജീവിത രീതിയിൽ, ഭക്ഷണ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ് മെനിയേഴ്സ് ഡിസീസ്. മെനിയേഴ്സ് ഡിസീസ് ഉള്ള രോഗികൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. ദിവസം 2 ഗ്രാമിൽ താഴെയായിരിക്കണം ഉപ്പിൻ്റെ ഉപയോഗം. 2, കാപ്പി, ചായ പൂർണ്ണമായി ഒഴിവാക്കണം, ഉപയോഗിക്കാനേ പാടില്ല. മദ്യവും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ശരീരത്തിൽ ജലാംശം കൂടുന്ന രോഗാവസ്ഥകൾ ഉണ്ടായാൽ, എന്ന് വെച്ചാൽ കിഡ്നി, ലിവർ ഡാമേജ് ഒക്കെ ഉണ്ടായാൽ ആ സമയത്ത് മെനിയേഴ്സ് ഡിസീസിൻ്റെ പ്രശ്നങ്ങൾ കൂടാൻ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഉപ്പ് കുറയ്ക്കുക, കാപ്പി, ചായ പൂർണ്ണമായി ഒഴിവാക്കുക, ഇതാണ് ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റം. ഇനി മെനിയേഴ്സ് ഡിസീസിൻ്റെ ചികിത്സ, മരുന്നുകൾ എങ്ങനെയാണ് വേണ്ടത്? തല ചുറ്റിക്കറങ്ങുന്ന കാര്യത്തിന് വേണ്ടിയായും തലച്ചോറിലെ ചെവിയിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുന്നതിനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നാണ് ബീറ്റാ ഹിസ്റ്റിൻ. വെർട്ടിൻ, ബി വെർട്ട് എന്നൊക്കെ പറഞ്ഞുള്ള ചില ബ്രാൻഡുകളിലൊക്കെ നമുക്ക് നാട്ടിൽ ഇത് ലഭ്യമാണ്. ഹൈ ഡോസിൽ, അത് 24 mg 48 mg ഒക്കെ വരുന്ന ഡോസിൽ രാവിലെയും വൈകിട്ടുമായി ഈ ബീറ്റാ ഹിസ്റ്റീൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത് മുറിയെല്ലാം ചുറ്റിക്കറങ്ങുന്ന വെർട്ടൈഗോ വരാതിരിക്കുന്നതിനും, 2, ചെവിയുടെ ഇന്നർ ഇയറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുന്നത് കൊണ്ട് കേൾവിക്കുറവ് വഷളാകാതിരിക്കുന്നതിനും സഹായിക്കും. ഹൈ ഡോസിൽ ബീറ്റാ ഹിസ്റ്റീൻ കൊടുക്കുന്നത് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മരുന്നിൻ്റെ വിലയും കുറച്ച് കൂടും. അപ്പോൾ ഈ ബീറ്റാ ഹിസ്റ്റീൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടാൻ നമ്മൾ സെലജില്ലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കും. പിന്നെ തലച്ചോറിലെ നീർക്കെട്ട് അല്ലെങ്കിൽ എൻഡോലിംഫിൻ്റെ അളവ് കൂടുന്നതാണല്ലോ മെനിയേഴ്സ് ഡിസീസിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിന് നമ്മൾ നീർക്കെട്ട് കുറയുന്ന മരുന്നുകൾ, ഡയൂററ്റിക്സ് എന്ന് പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും പ്രഷറിന് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇവ. ഹൈഡ്രോക്ലോറോ തയാസൈഡ്, അസറ്റാസോളമൈഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ നമ്മൾ ഈ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കും. ഇതുപയോഗിക്കുമ്പോൾ രോഗി കുറച്ച് കൂടുതൽ മൂത്രം ഒഴിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയില്ല. 2, ഈ മരുന്നുകൾ പ്രായമുള്ള ആൾക്കാരിലൊക്കെ കൊടുക്കുമ്പോൾ രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് താഴുന്നില്ല എന്നതും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. കിഡ്നി ഡാമേജ് ഉള്ളവർക്ക്, ക്രിയാറ്റിനിൻ ഇച്ചിരി കൂടുതലുള്ളവർക്കൊക്കെ നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് അത് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ അത് കിഡ്നിയുടെ ഡാമേജ് കൂടുന്നതിലേക്ക് വഴിവെക്കാം. എല്ലാവരിലുമല്ല, ചിലരിലൊക്കെ. ചെവിയുടെ മൂളൽ എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് ചില മരുന്നുകളുണ്ട്.
എല്ലാവരിലും അത് ഫലിക്കാറില്ല. ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗലക്ഷണമാണ് ടിന്നിറ്റസ് അല്ലെങ്കിൽ ചെവിയിലെ മൂളൽ അല്ലെങ്കിൽ ഇരപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണക്രമമായി മരുന്നുകളായി ഇത് രണ്ടും ചെയ്തിട്ടും ബുദ്ധിമുട്ടുകൾ കൺട്രോളിൽ വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് വഴി? ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻട്രാറ്റിംപാനിക് ചെവിയുടെ ഉള്ളിലേക്ക് ചില മരുന്നുകൾ കുത്തിവെക്കും. ചിലപ്പോഴൊക്കെ അത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളാകാം. 2 ജെൻഡാമൈസിൻ എന്ന് പറയുന്ന ഒരു മരുന്നും ചിലപ്പോഴൊക്കെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ജെൻഡാമൈസിനൊക്കെ കേൾവിക്ക് കുറവ് വരുത്താൻ, അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാൻ ഉള്ള അപകട സാധ്യതയുണ്ട്. വളരെ റെയറായിട്ടുള്ള സിറ്റുവേഷൻസിൽ, സിവിയർ കേസസിൽ വീഴ്ചകളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ചില സർജിക്കൽ ഓപ്ഷൻസും ഉണ്ട്. എൻഡോ ലിംഫാറ്റിക് ഡീകംപ്രഷൻ എന്ന് വെച്ചാൽ ആ ഫ്ലൂയിഡിന് ഒഴുകി പോകുന്നതിനുള്ള വഴി ഉണ്ടാക്കുകയും ഫ്ലൂയിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ചില സർജറികൾ. പിന്നെ ഒരു തരത്തിലും തലചുറ്റൽ കാരണം രക്ഷയില്ലാത്ത രോഗികൾക്കൊക്കെ ചില ഡിസ്ട്രക്റ്റീവ് സർജറീസ്, ലാബിറിന്ത് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള സർജറികളും ചെയ്യാറുണ്ട്. ഈ ചെവിയിലേക്ക് കുത്തിവെക്കുന്നതിന് വേണ്ടി അല്ലാതെ അക്യൂട്ട് അറ്റാക്ക് ഓഫ് മെനിയേഴ്സ്, അപ്പോൾ പെട്ടെന്ന് തലചുറ്റൽ, മൂളൽ, ചെവി അടഞ്ഞ തോന്നൽ കൂടുന്നു എന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ചെറിയ കോഴ്സായിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ മെനിയേഴ്സിൻ്റെ അക്യൂട്ട് അറ്റാക്കിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ തലചുറ്റലും ഇയർ ബാലൻസ് അല്ലെങ്കിൽ BPPV അല്ല. BPPV എന്ന് പറയുന്നത് ഒരിക്കലും കേൾവിക്കുറവുണ്ടാക്കില്ല, ചെവിയിൽ മൂളലുണ്ടാക്കില്ല, ചെവി അടഞ്ഞ തോന്നലും ഉണ്ടാക്കില്ല. തലചുറ്റലിനോടൊപ്പം കേൾവിക്കുറവ്, ചെവിയിൽ മൂളൽ, ചെവി അടഞ്ഞ തോന്നൽ ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അത് മെനിയേഴ്സ് ഡിസീസ് ആണോ എന്ന പരിശോധനകൾ നടത്തുക. ഭക്ഷണക്രമത്തിലുള്ള, ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. വേണ്ട മരുന്നുകൾ കഴിക്കുക. അതല്ല എങ്കിൽ ഇത് നിങ്ങളുടെ കേൾവി നഷ്ടപ്പെടുന്നതിലേക്ക് വഴി വെച്ചേക്കാം. നന്ദി.